1960-കളിൽ അമേരിക്കയിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു. സാധാരണ പൗരന്മാർ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു. അഭയാർത്ഥികളുടെ കപ്പലുകൾ നശിപ്പിക്കപ്പെടുന്നു. വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ഈ ആക്രമണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നടക്കുമ്പോൾ ജനങ്ങൾ ഭീതിയിലാകുന്നു. തങ്ങളുടെ രാജ്യത്തോട് ഈ ക്രൂരതകൾ കാണിച്ച ശത്രു രാജ്യത്തോട് പകരം വീട്ടണമെന്ന വികാരം ജനങ്ങളുടെ മനസ്സിൽ ശക്തമാകുന്നു. ഇത്രയേറെ ക്രൂരതകൾ കാട്ടിയ ശത്രു രാജ്യം ഏതാണ്? ക്യൂബ. ഇതായിരുന്നു അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ്സും പ്രൊപ്പോസ് ചെയ്ത ഓപ്പറേഷൻ നോർത്ത് എന്ന് പേരിട്ട കൊടും ചതി. എന്നാൽ ശരിക്കും ഇങ്ങനൊരു ആക്രമണവും അമേരിക്കൻ മണ്ണിൽ നടക്കില്ല. പകരം നടന്നതായി വരുത്തി തീർക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. ഈ വ്യാജ ആക്രമണങ്ങളുടെ തെളിവുകൾ ഉണ്ടാക്കുന്നതിനും പദ്ധതിയിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ക്യൂബൻ എയർ സ്പേസിലേക്ക് പ്രവേശിച്ച ഒരു വിമാനത്തിന്റെ റേഡാർ ട്രാക്കുകൾ ഉണ്ടാക്കിയെടുക്കുക, ക്യൂബൻ തീരത്ത് തകർന്നു വീണ ഒരു ഡ്രോൺ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ക്യൂബയാണ് ഇതിന് പിന്നിൽ എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള രൂപരേഖ ജസ്റ്റിഫിക്കേഷൻ ഫോർ US മിലിറ്ററി ഇന്റർവെൻഷൻ ഇൻ ക്യൂബ എന്ന തലക്കെട്ടോടെയുള്ള ഒരു മെമ്മോ തയ്യാറാക്കി. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ്സിലെ എല്ലാ അംഗങ്ങളും ഇതിൽ ഒപ്പുവെച്ച് അന്നത്തെ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന റോബർട്ട് മക്നാറയ്ക്ക് സമർപ്പിച്ചു. ഓപ്പറേഷൻ നോർത്ത് വുഡ്സ് എന്ന ഭീകരമായ ഈ ഗൂഢാലോചനയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ പ്രസിഡന്റ് ജോൺ F കെനഡിയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും ഈ നീക്കം തടഞ്ഞു. കെനഡിയുടെ സൈനിക ഉപദേഷ്ടാവായ ജനറൽ മാക്സ്വെൽ ടൈലറും പ്രതിരോധ സെക്രട്ടറി മക്നാറയും ഈ പദ്ധതിക്ക് പൂർണ്ണമായും എതിരായിരുന്നു. അതിനാൽ ഈ നിർദ്ദേശം പ്ലാനിംഗ് ഘട്ടത്തിൽ നിന്നും ഒരിക്കലും മുന്നോട്ട് പോയിരുന്നില്ല. 1962 പ്രൊപ്പോസ് ചെയ്ത ഈ മെമ്മോ അമേരിക്കൻ സർക്കാർ ക്ലാസിഫൈഡ് ആക്കി വെക്കുന്നു. ദശാബ്ദങ്ങളോളം അതീവ രഹസ്യമായിരുന്ന ഓപ്പറേഷൻ നോർത്ത് വുഡ്സിനെ കുറിച്ച് ലോകം അറിയുന്നത് 1997 പത്രപ്രവർത്തകനായ ജെയിംസ് ബോംഫോർഡ് എഴുതിയ ബോഡി ഓഫ് സീക്രട്സ് എന്ന പുസ്തകത്തിലൂടെയും ജോൺ F കെനഡിയുടെ വധത്തെക്കുറിച്ചുള്ള രേഖകൾ പുറത്തുവിട്ട അസാസിനേഷൻ റെക്കോർഡ്സ് റിവ്യൂ ബോർഡിന്റെ റിപ്പോർട്ടുകളിലൂടെയുമാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വെളിച്ചത്തു വന്നത്.